സ്വന്തം റേഡിയോ ശ്രവിച്ചു ശ്രവിച്ചു നല്ലൊരു ശ്രോതാവാകൂ. നമസ്കാരം. പാറക്കടവ് കൊച്ചു റേഡിയോ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വായനാ ദിന സന്ദേശവുമായി നമ്മുടെ പ്രിയപ്പെട്ട പ്രധാന അധ്യാപകൻ ശിവദാസൻ മാഷ്. പ്രിയപ്പെട്ട കുട്ടികളെ, എല്ലാവർക്കും വായനാ ദിന ആശംസകൾ. വായിക്കുക വളരുക എന്ന സന്ദേശം മലയാളികൾക്ക് നൽകി കേരളത്തിന്റെ ഗ്രാമങ്ങളിൽ അനേകം ഗ്രന്ഥശാലകൾ, ലൈബ്രറികൾ ഉണ്ടാക്കാൻ മുൻകൈയെടുത്ത ശ്രീ PN പണിക്കരുടെ ചരമദിനമാണ് വായന ദിനമായിട്ട് ആചരിക്കുന്നത്. ഒരു വ്യക്തിയുടെ സമഗ്ര വളർച്ചയ്ക്ക് പിന്നിൽ വായന വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. വായനയിൽ നിന്നും ലഭിക്കുന്ന അറിവും അനുഭവവും ഊർജവും ജീവിത വിജയത്തിന് ഉപകരിക്കും. ഒരു നല്ല പുസ്തകം ഒരുവനെ സമ്പൂർണ്ണ മനുഷ്യനാക്കി മാറ്റുന്നു എന്നാണ് പറയാറുള്ളത്. വായിച്ചു വളർന്നാൽ വിളയും, വായിക്കാതെ വളർന്നാൽ വളയും എന്ന കുഞ്ഞുണ്ണി മാസ്റ്ററുടെ വരികൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പ്രസിദ്ധമാണ്. മനുഷ്യന്റെ സ്വഭാവ രൂപവൽക്കരണത്തിൽ വായന സ്വാധീനം ചെലുത്തുന്നുണ്ട്. പുസ്തകങ്ങളും ചങ്ങാതിമാരും ഒരുപോലെയാണ് എന്ന് പറയാറുണ്ട്. വായന മനുഷ്യന് ആഹ്ലാദവും ചിന്തയും പകർന്നു നൽകും. അറിവ് വർദ്ധിപ്പിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് വായന. വായന വളരണമെങ്കിൽ പുസ്തകങ്ങളുമായിട്ടുള്ള ചങ്ങാത്തം അനിവാര്യമാണ്. ലോകത്തിന്റെ വെളിച്ചമാണ് പുസ്തകങ്ങൾ. ആ വെളിച്ചം കണ്ടു വേണം കുട്ടികൾ വളരാൻ. അപ്പോൾ നമ്മൾ കേവലം പാഠപുസ്തകം മാത്രം വായിച്ചാൽ പോരാ. ഇന്നത്തെ മാറിയ സാഹചര്യത്തിൽ പാഠപുസ്തകങ്ങൾ കൂടാതെ പഠിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അത് സാഹിത്യ പുസ്തകങ്ങൾ, കഥ, നോവല്, മറ്റ് യാത്രാവിവരണം, ചരിത്ര ഗ്രന്ഥങ്ങൾ, ജീവചരിത്രങ്ങൾ, ഇതൊക്കെ വായിക്കുമ്പോഴാണ് അതിലുള്ള പല കാര്യങ്ങളും അതിലേക്ക് മൂല്യം നമ്മൾ കണ്ടെത്തുന്നത്. ജീവചരിത്രമൊക്കെ വായിക്കുമ്പോഴാണ് മഹാന്മാർ എങ്ങനെ ആ സ്ഥാനത്തേക്ക് ഉയർന്നു എന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുക. അപ്പൊ അതിലൂടെ നമ്മുടെ ഉള്ളിൽ മറിഞ്ഞിരിക്കുന്ന പ്രതിഭയെ കണ്ടെത്താനും വായന സഹായിക്കുന്നു. എന്നാൽ ഇന്ന് വായന ശീലം പൊതുവെ കുറയുന്നുണ്ട്. അപ്പൊ അതിനുള്ള കാരണം ഇന്നത്തെ ദൃശ്യമാധ്യമങ്ങളുടെ, സാങ്കേതിക വിദ്യയുടെ ഒക്കെ ഇന്റർനെറ്റും സ്മാർട്ട് ഫോണും ഫേസ്ബുക്കും ഒക്കെ ഉള്ള സ്വാധീനമാണ്. അപ്പൊ അതൊക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ പാഠപുസ്തകങ്ങൾ കൂടി വായിച്ച് വിജ്ഞാനത്തിന്റെ അളവ് വർദ്ധിപ്പിക്കാൻ ഇത്തരത്തിലുള്ള സാഹിത്യ പുസ്തകങ്ങൾ കൂടി വായിച്ച് ഉയരാൻ നമുക്ക് ശ്രമിക്കാം. വായന ഒരു ശീലമാക്കാമെന്നാണ് പറയാനുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ സ്കൂളിൽ കൊച്ചു റേഡിയോ ഇതിന്റെ ഭാഗമായിട്ട് തുടക്കം കുറിക്കുന്നു എന്നുള്ളൊരു സന്തോഷമുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി വായന ദിന ആശംസകൾ. ഇന്ന് ജൂൺ 19 വായനാ ദിനം. നമുക്ക് വായനാ ദിന സന്ദേശവുമായി 7ാം ക്ലാസ് പാഠപുസ്തകത്തിലെ ഫാത്തിമ തുരുത്ത് എന്ന കവിത രചിച്ച പ്രിയ കവി ശ്രീ കുയിപ്പുഴ ശ്രീകുമാർ. എല്ലാവർക്കും വായനാ ദിന ആശംസകൾ. കേരളത്തിലെ ഗ്രന്ഥശാലകളെ ഏകോപിപ്പിക്കുകയും അതിൻ്റെ മുന്നോട്ടുള്ള പ്രവർത്തനത്തെ ഊർജ്ജസ്വലമാക്കുകയും ചെയ്ത മഹാനായ മനുഷ്യനായിരുന്നു PN പണിക്കർ. അദ്ദേഹത്തിൻ്റെ ഓർമ്മയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹത്തിന് ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി നമ്മൾ ആചരിക്കുന്നത്. വായിക്കുക വളരുക, ഇതായിരുന്നു അദ്ദേഹം കേരളത്തിന് നൽകിയ ഏറ്റവും വലിയ സന്ദേശം. ഒരു ദിവസം പോലും വായിക്കാതെ ഇരിക്കരുത്. ഞാൻ എല്ലാ ദിവസവും കവിത വായിക്കുന്ന ഒരാളാണ്. ഞാൻ ഈ പറയുന്നത് സത്യമാണോ എന്ന് അറിയാൻ നിങ്ങൾക്കൊരു മാർഗമുണ്ട്. എൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കുക. ഇന്ന് വായിച്ച കവിത എന്ന ഒരു പോസ്റ്റ് അവിടെ കാണാൻ പറ്റും. അത് ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ 15 വർഷമായിട്ട്, ഇപ്പോൾ 16 വർഷമാകുമ്പോൾ 15 വർഷമായിട്ട് ഒരു ദിവസം പോലും മുടങ്ങാതെ ഞാൻ ഇടുന്ന പോസ്റ്റുകളാണ്. അത് എൻ്റെ കവിതയല്ല, ഞാൻ വായിക്കുന്ന കവിതകളിൽ നിന്നും ഇഷ്ടപ്പെടുന്ന ഒരു കവിത എടുത്ത് രാവിലെ 5 മണിക്ക് പോസ്റ്റ് ചെയ്യും. പിറ്റേന്ന് രാവിലെ 5 മണിക്ക് വേറൊരു കവിത പോസ്റ്റ് ചെയ്യും. അപ്പോൾ എല്ലാ ദിവസവും ഞാൻ വായിക്കുന്നുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ, പുതിയ കവിത എങ്ങനെയാണ്, പുതിയ കവികൾ എങ്ങനെയാണ് ഓരോ ആശയത്തെ സമീപിക്കുന്നത്, പുതിയ ഭാഷാരീതി എങ്ങനെയാണ്, ഇതെല്ലാം എനിക്ക് മനസ്സിലാകും എന്ന് മാത്രമല്ല, ഈ പേജ് വായിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും. വായനയിലൂടെ മാത്രമേ നമുക്ക്
മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ വിജ്ഞാനത്തിന്റെ ചക്രവാളം വികസിക്കണമെങ്കിൽ വായിച്ചേ മതിയാകൂ. പുസ്തകം തന്നെ വായിക്കണം എന്ന വാസ്തവത്തിൽ ഇക്കാലത്ത് നിർബന്ധിക്കാൻ സാധിക്കില്ല. ഈ വായന വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നെറ്റിലൂടെ വായിച്ചെടുക്കാൻ സാധിക്കും. മൊബൈൽ ഫോണിനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കണം. നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത്. അതല്ലാതെ മോശപ്പെട്ട കാര്യത്തിന് വേണ്ടിയിട്ട് ഒരിക്കലും ശാസ്ത്രം നൽകിയ, സയൻസ് നൽകിയ ഈ വലിയ സംഭാവനയെ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. അപ്പം എല്ലാ കുഞ്ഞുമക്കളും എല്ലാ ദിവസവും വായിക്കണം. ഒരു ദിവസം ഒരു പാരഗ്രാഫ് എങ്കിലും വായിക്കാതെ ഉറങ്ങാൻ കിടക്കരുത്. ഉറങ്ങുന്നതിന് മുമ്പ് എന്തായാലും വായിക്കണം. സമയം കിട്ടുമ്പോഴെല്ലാം വായിക്കണം. കളികളെ കുറിച്ചുള്ള പുസ്തകങ്ങളുണ്ട്. ഇപ്പൊ തന്നെ ഫുട്ബോൾ മത്സരം, ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കല്ലേ. അപ്പൊ അതിനെ കുറിച്ചുള്ള പുസ്തകങ്ങൾ തന്നെയുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകമായിരിക്കുമല്ലോ അത്. മലയാളത്തിൽ തന്നെ ഫുട്ബോളിനെ കുറിച്ചും ഫുട്ബോൾ ടൂർണമെന്റുകളെ കുറിച്ചുള്ള കുറേയേറെ പുസ്തകങ്ങൾ ഉണ്ട്. അതെല്ലാം നിങ്ങൾ വായിക്കണം. നല്ല വായനയുള്ള നല്ല കുഞ്ഞുമക്കളായിട്ട് വളർന്നു വരണം. നിങ്ങളെയാണ് ലോകം, ഇന്ത്യ, കേരളം പ്രതീക്ഷിക്കുന്നത്. നമസ്കാരം. ഏറെ ശ്രദ്ധയോടെ കൊച്ചു റേഡിയോ ശ്രവിച്ച എല്ലാ കൂട്ടുകാർക്കും നന്ദി.